ഇന്നെൻ്റെ അബുദാബി ലേഓവറിൻ്റെ വിശേഷങ്ങളാണ്. അബുദാബി ടൈം 3:40 ഞങ്ങൾ ലാൻഡ്. ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്ത് നേരെ ഹോട്ടലിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേർക്ക് നാളെ ദുബായ് വരെ പോകാനാണ് പ്ലാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് റൂം ഷെയർ ചെയ്തത്. ഫ്ലൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ കിടന്നുറങ്ങി. 1 മണിക്കൂർ ഉറങ്ങാനായിരുന്നു പ്ലാനെങ്കിലും അത് നടന്നില്ല. അരമണിക്കൂറത്തെ ഉറക്കം കൈ പിടിച്ച് നേരെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. 3 മണിക്കൂർ ബസ്സിൽ ഇരിക്കേണ്ടതായതുകൊണ്ട് തന്നെ നന്നായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ ഞങ്ങൾ അബുദാബി ബസ് ടെർമിനലിലേക്ക് പോയി. അവിടെ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ കൗണ്ടറിലിരുന്ന ആൾ ഒരു മലയാളിയായിരുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നമ്മൾ ഒരു മലയാളിയെങ്കിലും കാണാതിരിക്കില്ലല്ലേ. അങ്ങനെ അവിടെ വെച്ച് അവർ പറഞ്ഞു ടിക്കറ്റ് അല്ല കാർഡാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് കാർഡ് എടുത്ത് നേരെ ബസ് കയറാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു നീണ്ടയ്ക്ക്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് 2 പേർക്കും 2 ബസ്സാണ് കയറേണ്ടതെന്ന്. ആ ക്യൂവിൽ ഞാനൊരു 5 മിനിറ്റ് കൂടുതൽ നിന്നു. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഒരു കുറ്റവും പറഞ്ഞില്ല. ഈ ഒരു അവസ്ഥ ഇന്ത്യയിലോ കേരളത്തിലോ ആയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കാന്ന് ഞാൻ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ നേരെ ബസ്സിലേക്ക് കയറി. ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യണം. ബസ്സിനുള്ളിൽ കയറിയപ്പോൾ ഡ്രൈവറും മലയാളി. അവിടെ കണ്ടക്ടർ ഒന്നുമില്ല. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നു. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇവരുടെ പ്രയോറിറ്റി പറയാതിരിക്കാൻ വയ്യ. ചാർജിങ് പോയിന്റും വാട്ടർ ബോട്ടിൽ ഹോൾഡറും ഒക്കെ ഉണ്ടായിരുന്നു. മുകളിൽ റീഡിംഗ് ലൈറ്റ്, AC, എമർജൻസി പുഷ് ബട്ടൺ ഒക്കെ. അത് മാത്രമല്ല നിൽക്കരുത്, ഫുഡ് കഴിക്കരുതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ ഉറങ്ങി 1.5 മണിക്കൂറിന് ശേഷം ഞാൻ ഈബൻ ബത്തൂത്ത ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്ത് നേരെ ഈബൻ ബത്തൂത്ത മോൾ മുഴുവൻ കറങ്ങി നടന്ന് കണ്ടു. ഞങ്ങൾ മാത്രമല്ലാതെ ഇയാളും കറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കറക്കത്തിന് ശേഷം നേരെ ദുബായി പോകാനാണ് പ്ലാൻ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്ന് നേരെ ദുബായിലേക്ക്. കാർഡിലെ പൈസ തീർന്നുകൊണ്ട് എനിക്ക് വീണ്ടും റീചാർജ് ചെയ്യണമായിരുന്നു. റീചാർജ് ചെയ്ത് നേരെ മെട്രോ കയറാൻ പോയി. അങ്ങനെ മെട്രോ കയറി ദുബായ് മോളിലെത്തി. ഇത് ദുബായ് മോളിന്റെ മെട്രോ സ്റ്റേഷനാണ്. ഇവിടുന്ന് ദുബായ് മോളിനുള്ളിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. പക്ഷേ അങ്ങോട്ടുള്ള ഒരു നടത്തം ഒരു 1.5 നടത്തമാണ്. 11 മിനിറ്റ് ഞങ്ങൾ എവിടെയും നിൽക്കാതെ സ്പീഡിൽ നടന്നിട്ടാണ് അവിടെ എത്തിയത്. അങ്ങനെ ഫൈനലി നമ്മൾ ദുബായ് മോളിലെത്തി. നമ്മൾ 1:30 നടക്കാൻ തുടങ്ങിയതാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ 1:41. 11 മിനിറ്റ് നമ്മൾ നടന്നു. നമ്മളെങ്ങും നിന്നില്ല. 11 മിനിറ്റ് നടന്നിട്ടാണ്, കണ്ടിന്യൂസ് നടന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഒരു ആവറേജ് സ്പീഡിൽ അത്രയും നടക്കാനുണ്ട്. ഉച്ച സമയത്താണ് ഞങ്ങൾ ദുബായ് മോളിലെത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കോർട്ടിൽ കൂടെ നടക്കുന്നു. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ അവിടെ അതിലും വലിയ ക്യൂ. 15-20 മിനിറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ബില്ലടിച്ച സാധനം കൈ കിട്ടിയത്. വിശപ്പ് കാരണം ഫുഡ് കൈ കിട്ടിയപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഫുഡൊക്കെ കഴിച്ച് സമാധാനമായി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഇതിനുള്ളിൽ ഐസ് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു. സ്കേറ്റിംഗ് ചെയ്യാൻ വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. കാരണം നാളെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഓൺ ദ വേ ഒരു ഡൈനോസറിനെയൊക്കെ കണ്ട് നേരെ അക്വേറിയം കാണാൻ പോയി. ചെന്നപ്പോൾ സ്രാവും തെരണ്ടിയും പിന്നെ പേരറിയാത്ത എന്തൊക്കെയൊക്കെയോ മീനുണ്ടായിരുന്നു. ഒരു ആലപ്പുഴക്കാരി എന്ന നിലയിൽ ഇതിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വറുത്തരച്ച് കറി വെക്കാനാ തോന്നിയത്. കുരുമുളകൊക്കെ തേച്ച് വറുത്ത് കഴിക്കാനാ എന്തായിരിക്കും ടേസ്റ്റ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഫൗണ്ടെയിൻ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എന്തോ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ചുനാൾ മുമ്പ് ഞാൻ അതിന്റെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുർജ് ഖലീഫയൊക്കെ കണ്ട് ചൂട് സഹിക്കാൻ വയ്യാതെ നേരെ അകത്തേക്ക് പോയി. ഫൗണ്ടെയിൻ ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും ദുബായ് മോളിനുള്ളിൽ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. അത് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കുറേ നടക്കേണ്ടി വന്നു. അങ്ങനെ ഫൗണ്ടെയിൻ കണ്ട് നടന്ന് ക്ഷീണിച്ച് ഹോട്ടലിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും നടന്ന് ടാക്സിയൊക്കെ പിടിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. ഇതാണ് അബുദാബിയുടെ സ്വന്തം ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക്. ഇനി വരുമ്പോൾ ഇവിടെ ഒന്ന് കയറണം. പക്ഷേ ഇവിടെ കയറണമെങ്കിൽ നമ്മൾ ഫുൾ ബോഡി കവർ ചെയ്തിട്ട് വേണം കയറാൻ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ഞാൻ തിരിച്ച് ഹോട്ടലിലെത്തി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.